എങ്ങനെയിരിക്കുന്നു മകൾക്ക് കുട്ടനായര്? മൗനം അങ്ങോട്ട് മാറുന്നില്ല. സാരമില്ല, കുറച്ച് ദിവസം വിശ്രമിക്കട്ടെ. ഇന്ന് പോയാ പിന്നെ എന്നാണാവോ തിരിച്ച് ഇങ്ങോട്ട്? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റിയില്ല. കാറ് റെഡിയായോ? കാർ ഇറക്കി. അപ്പോ എന്റെ മകന്റെ കാര്യം? ആ കാര്യം ഞാൻ മറന്നുപോയല്ലോ. ഈ ടൈപ്പ് റൈറ്റിംഗ് എല്ലാം പാസ്സായതല്ലേ? അതെ സർ. നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ഞാൻ സൂപ്രണ്ടിനോട് പറയാം. സാവിത്രി, ഗോരോത്തിയായുള്ള അഭിനയം കണ്ട് എല്ലാവരും കരഞ്ഞുപോയി മോളെ. ഹിന്ദു ആണെന്ന് പറഞ്ഞ് ഗോരോത്തിയായി അഭിനയിപ്പിക്കാൻ ഞാൻ ആദ്യം വിസമ്മതിച്ചതാണ്. വിശുദ്ധ ഗോരോത്തി എനിക്ക് മാപ്പ് തരട്ടെ. ഗോരോത്തിയെ പോലെ ജീവിക്കണം മോളെ. 14 കുത്തേറ്റിട്ടും മാനം കാത്തവളാണ് ഗോരോത്തി. അന്യപുരുഷൻ നിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇടയാക്കരുത്. മിശിഹായാണ് നമ്മുടെ യഥാർത്ഥ മണവാളൻ. ഹലോ. രണ്ടാമത്തെ ഫ്ലൈറ്റോ? അത് ശരി. ഇല്ലില്ല, എന്ന് മടങ്ങി വരുമെന്ന് പറയാൻ പറ്റില്ല. അതെ അതെ അതെ. താങ്ക് യു. യാത്ര ഉറപ്പിച്ചല്ലേ? അതെ ചേച്ചി, അടുത്ത വെള്ളിയാഴ്ച സിംഗപ്പൂരിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണം. ചേച്ചിക്ക് എന്താ ഒരു വിഷമം? കുറെ ദിവസം ഒറ്റയ്ക്കാകുന്നതുകൊണ്ടാണോ? അങ്ങനൊരു വിചാരം നിനക്കിതേവരെ തോന്നിയിട്ടേ ഇല്ലല്ലോ. അല്ലെങ്കിൽ എത്രയോ മുമ്പ് ഈ വീടിന്റെ ചുമതല മറ്റാരെങ്കിലും എനിക്ക് ഏൽപ്പിക്കാമായിരുന്നു. അത് ശരി. സാരമില്ല ചേച്ചി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. ഹലോ. പിള്ള. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാളത്തെ സെക്കൻഡ് ഫ്ലൈറ്റിന്. ചങ്ങനാശ്ശേരി എക്സ്കർഷന് പോകുമ്പോൾ നീയും കൂടെ വരണം. അച്ഛനോട് ചോദിക്കട്ടെ. നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല. ശരി, വരൂ. നീ ചുമ്മാ ചെറിയൊരു കാര്യം നിങ്ങൾ വെക്കും. എന്നോട് ഇത്ര പരിഭവം തോന്നുവോ? ഞാൻ എന്ത് ചെയ്തു? ഗോരോത്തി എന്നോട് അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയാലോ? എന്ത് വേണം നിങ്ങൾക്ക്? അത് പറയാൻ എനിക്കൊരു സൗകര്യം കൊടുക്ക്. നോക്കൂ ബാബു, എന്നെ ഇങ്ങനെ ശല്യം ചെയ്താലുണ്ടല്ലോ, ഞാൻ മദറിനോട് പറയും, എന്റെ അച്ഛനോട് പറയും, എല്ലാരോടും പറയും. കുറെ കാലമായിട്ട് മുതലാളി ഇങ്ങോട്ട് വരാത്തത് കാരണം ബംഗ്ലാവ് തൊഴുത്തുപോലായി. അദ്ദേഹമാണെങ്കിൽ വലിയ വൃത്തിക്കാരനാ. നീ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്ക്. അടുത്ത ആഴ്ച അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ കേട്ടെ. ഇങ്ങനെ അത്ര ആഴ്ചയായി. എടീ പെണ്ണുമ്പിള്ളേ, നിനക്കറിയാമോ അദ്ദേഹത്തിന്റെ ബഹുവിധമായ യാത്രാ പരിപാടികള്? 6 മാസം മലയാ സിംഗപ്പൂർ ടൂറാ. എന്തായി ടൂറ്? അയ്യോ എന്റെ ദൈവമേ, ഇതിന് ഇംഗ്ലീഷും അറിയാമല്ലോ. എടി, ടൂർന്ന് വെച്ചാൽ യാത്രാ പരിപാടി. ഇന്നിപ്പോ സിംഗപ്പൂരിലെന്ന് വെച്ചാൽ നാളെ സിംഗപ്പൂരിൽ നിന്ന് ആഫ്രിക്ക, മറ്റന്നാൾ ആഫ്രിക്ക, ഇന്ന് മലയാ, അതിന്റെ പിറ്റേന്ന് മലയിൽ നിന്ന് നേരെ ബോംബാ. ഏതായാലും 1.5 കൊല്ലമായി അദ്ദേഹത്തിനെ കണ്ടിട്ട്. ഉടനെ വരുന്നുണ്ട്. അയ്യോ, പെണ്ണ് തനിച്ചേ ഉള്ളു വീട്ടില്. നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ചന്തമുക്ക് വരെ പോയച്ചു വരാം. ഇന്ന് കള്ളയാനം കുടിച്ചോണ്ട് വന്നാല് ഞാൻ കഥ തുറന്നു തരത്തില്ല, പറഞ്ഞേക്കാം. അയ്യോടിയോ പിന്നെ. എന്നാ നമുക്കൊന്ന് കാണാം. നീ ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? അയ്യോ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എടീ മേഴ്സി, ഇതെന്നാ പഴക്കമാടിയത്? നിനക്ക് പ്രാർത്ഥിക്കണമെങ്കിലേ അങ്ങനെ നിങ്ങളുടെ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. മെഡിറ്റേഷൻ ആണമ്മേ. ഇവിടെ മെഡിറ്റേഷനും വേണ്ട, റെയിൽവേ സ്റ്റേഷനും വേണ്ട. അവൾ 10 നാമം ജപിച്ചാ മതി. മേഴ്സി, നീ അമ്മ പറഞ്ഞൊന്നും കൂട്ടാക്കണ്ട. നാളെയും വരണം കേട്ടോ. വലിച്ചുവിടെ. നിൽക്കുമ്പോ ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പോ കിടക്കാൻ തോന്നും. എന്നിട്ട് എന്തെല്ലാം കഴിച്ചാലും ശരീരത്തിന് ഒന്നും കാണുന്നില്ല. രോഗവിവരങ്ങൾ ശരിയായിട്ട് പറയണം. ഇരിക്കുമ്പോൾ ശയിക്കണമെന്ന് തോന്നും, ശയിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്തോന്നില്ലേ?
ദിവസം 3 നേരമായിട്ട് കഴിക്കണം. ആഹാരത്തിന് മുൻപ് രാവിലെ, പിൻപ് ഉച്ചയ്ക്ക്, മുമ്പ് രാത്രി. കേട്ടോ? ഒരു ഗുളിക കൂടെ തരാം. അത് ദിവസം 3 നേരമായിട്ട് കഴിക്കണം. എവിടെ അടപ്പ്? ഒരു ഗുളികയേ ഉള്ളൂ. രാവിലെ കഴിച്ചിട്ട് കഴുകി വെച്ചേ, പിന്നെ കഴിച്ചിട്ട് കഴുകി വെച്ചേ, രാത്രി കഴിയും. 3 രൂപ. അമ്പുജാക്ഷി അമ്മയോ? എന്റെ പേര് അമ്പുജാക്ഷി എന്നല്ല, കമലാക്ഷി അമ്മയെന്നാ. കമലം, അമ്പുജം, നീരജം, പങ്കജം ഇതെല്ലാം താമരയുടെ ഓരോ പര്യായപദങ്ങളാ. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ സാറേ, ഇതിനു മുമ്പ് പുക്കിടിന് ചുറ്റുമേ കുത്തിപ്പറിക്കലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്റെ അടിവയറ്റിൽ മുഴുവൻ അങ്ങ് വേദനയാണ്. അയ്യോ, അപ്പൊ വിശദമായ ഒരു പരിശോധന വേണമല്ലോ. അയ്യോ, എന്താ ഡോക്ടർ സാർ പരിശോധിക്കുന്ന കുടലിൽ എത്രയും നീളം? അതെ, ഇപ്പൊ പുതിയതായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ചില ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അവരുടെ സ്റ്റെതസ്കോപ്പിന് ഇത്രയും നീളം കാണുള്ളൂ. അതെന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാലേ ഇങ്ങനെ വളരെ അടുത്ത് പരിശോധിക്കാൻ വേണ്ടിയാ. പക്ഷെ ഞങ്ങള് പഴയ ഡോക്ടർമാരാണ്, ആഖ്യന്മാരാണ്. സ്ത്രീകളെ വളരെ ദൂരെ നിർത്തിയെ പരിശോധിപ്പിക്കും. കൊണ്ടുപോകണം, കൊണ്ടുപോ. ഓ, നീം നീം. നെഞ്ചിൽ വയ്ക്ക്, താഴോട്ട്, പുറത്ത്, വീണ്ടും നെഞ്ചില്, താഴോട്ട്, വയറ്റില്. അവിടെ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഒരു കുത്തിവയ്പ് തന്നെ വേണ്ടിയിരിക്കുന്നു കേട്ടോ. വിഷമിക്കണ്ട, പതുക്കെ. ഡോക്ടർ സാർ, ഈ മരുന്ന് ആഹാരത്തിന് മുൻപാ പിൻപാ? ആഹാരത്തിന് മുമ്പിട്ടല്ല പിമ്പിയിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾ ആഹാരം കഴിക്കണമെന്നില്ല, നിങ്ങളുടെ സൂക്കേട് കേടാവണമെന്നില്ല കേട്ടോ. ഒരു സംശയം ചോദിക്കാൻ കണ്ട സമയം. ഇത് ചായക്കട ചായ അടിക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ സാറേ. അമ്പുജാക്ഷി, കമലാക്ഷി, ചങ്കിക്കൊള്ളുന്ന രീതിയിലുള്ള വർത്തമാനമൊന്നും പറയരുത്. തൽക്കാലം മരുന്നുണ്ട്. കാശൊന്നും വേണ്ട, ഫ്രീ. ഇതെടുക്കാൻ മറന്നുപോയ. അയ്യോ, എപ്പോഴാ ഒഴുകാ? പോ. വരട്ടെ. ഞാൻ പോയിട്ട് വരാം. പക്ഷെ പിള്ള ഡിന്നറിൽ നിൽക്കുന്നില്ലേ? പോട്ടെ, ചേച്ചി കാത്തിരിക്കും. ചേച്ചി നാമം ചോദിക്കാൻ പറയണോ? പിന്നെ പെണ്ണും പിള്ള കാത്തിരിക്കുന്ന പറഞ്ഞാൽ മനസ്സിലാക്കാം. അങ്ങനെ ഒരു കുറ്റം പക്ഷെ പിള്ള ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് സഹതപിക്കാം. ഹലോ, ഹോണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് മാൻ. അതുകൊണ്ടല്ലേ അയാൾ കല്യാണം കഴിക്കാതിരിക്കുന്നത്. നീ എത്തിയോ? എന്റെ വാസു, ഇന്ന് നിന്റെ പിറന്നാളായിട്ട് നേരത്തെ വന്നില്ലല്ലോ. അയ്യോ ചേച്ചി, ഞാനത് മറന്നുപോയി. നിനക്കൊരു വയസ്സുകൂടി ആയെന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും വയസ്സ് കൂട്ടുന്നില്ലേ ചേച്ചി? ഓഹോ, ദീർഘായുസിന് വേണ്ടിയായിരിക്കും അല്ലേ? ജീവിക്കാൻ മറന്ന് പണിയെടുത്ത് സമ്പാദിച്ചിട്ട് എന്താ വാസു പ്രയോജനം? ഒരു കുഞ്ഞിക്കാല് കാണാനില്ലാത്ത ഈ വീട്ടിൽ മറ്റെന്തെല്ലാം ഉണ്ടായിട്ടെന്താ? ഓ, ആ കാര്യം.
ഈ വയസ്സ് ചെന്ന കാലത്ത് 42 വയസ്സ് ആണുങ്ങൾക്ക് അത്ര വലിയ പ്രായമൊന്നുമല്ല. എന്റെ കണ്ണടഞ്ഞാൽ പിന്നെ ചേച്ചി, ഞാന് ഒരാഴ്ച എസ്റ്റേറ്റിൽ പോയി താമസിക്കാൻ പോവുകയാണ്. ചേച്ചി വരുന്നുണ്ടോ? ഞാൻ വന്ന പിന്നെ ഇവിടെ ആരാ? നീ പോയിട്ട് വരാം. നമസ്കാരം. നമസ്കാരം ഡാക്ടർ. എന്തുണ്ടല്ലോ വിശേഷം? ഭഗവാൻ കൃപാകടാക്ഷം കൊണ്ടും രോഗികൾക്ക് ക്ഷാമമില്ലാത്തതുകൊണ്ടും സാമാന്യം ക്ഷേമമായി ഇങ്ങനെ കഴിയുന്നു. കഴിയുന്നേ. ഒറ്റ വെടി. കൊന്നോളൂ, എനിക്ക് പേടിയൊന്നുമില്ല. കൊല്ലുന്ന കാര്യം ഇവിടെ ആര് പറഞ്ഞു? ഈ പാവപ്പെട്ട മുയലിനെയും പ്രാവിനെയും ഒക്കെ വെടിവെച്ച് കൊല്ലുന്നു. അവയും നമ്മളെ പോലെ ജീവനുള്ളതല്ലേ? ദേവി മഹാമായി, ഈ ഭക്തനെ കൂടി ഒന്ന് പ്രസാദിക്കണേ. നോട്ടം കണ്ടില്ലേ? ആ അലക്സാണ്ടറെ പോലെ തന്നെ. ഇങ്ങനെ ഏറും തൊഴിയുള്ള ഒരു ജന്തു അത് നിനക്ക് ഏതാണ്ട് കുറവാണ്. എന്താ ഏറും തൊഴി. എണീറ്റ് പോകുന്നുണ്ടോ? 1.5 കാലം കൊണ്ട്. എന്റെ കാലിനൊരു ശകലം നിങ്ങളെ കുറവാ. അതിന് നിനക്കെന്തോ കുഴപ്പം പറ്റി? കറന്നിടാ ചിലപ്പം. എന്താ മോളെ? എന്ത് പറ്റി മോളെ? എന്തോ പറ്റിയിടി കൊച്ചേ? പെണ്ണിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. എന്തോ പറ്റിയടി മോള്? മോളെ നിനക്ക് എന്ത് പറ്റിയടി? ഞാൻ ഇനി ആ ബാബു ചേട്ടന്റെ മുഖത്ത് നോക്കില്ല. എന്തോ എഴുതിയാവും നിന്നെ? എന്നതേ ഇങ്ങനെ ഒരു നോട്ടം. ആ അലക്സാണ്ടറെ പോലെ തന്നെ. അത്രേ ഉള്ളോ? എടി കണ്ടാ കൊള്ളാവുന്ന പെൺപിള്ളേരെ ഒന്ന് നോക്കിയെങ്കിലും കഴിയുന്നു. പിന്നെ അവനാണോടി? ദോഷി ഇങ്ങനെ ഓരോരുത്തന്മാര് നോക്കിയും വർത്തമാനം പറഞ്ഞു നോക്കി ആ പെമ്പിള്ളാര് ചീത്തയാകുന്നത്. മോളെ മോളെ ഈ പൂവ് എടുത്തോണ്ട് ബംഗ്ലാവിലോട്ട് ചെല്ല്. പിന്നെ നീ ആ പാലിന് എളുപ്പം കാച്ചിത്ത. അദ്ദേഹം ഒന്നും കഴിച്ചു കാണത്തില്ല രാവിലെ. ഇപ്പൊ കാച്ചി തരാം, അവിടെ നിന്നാട്ടെ. ഓ ഇങ്ങനെ വായന നമുക്ക് വീട്ടിലുള്ള ഒരു പെമ്പറന്നവര്. എന്താ മോളെ? എന്ത് പറ്റി? അമ്മേ, അലക്സാണ്ടർ, ബാബു, ബാബു. അപ്പോ നീ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇതിൽ അയച്ചില്ല അല്ലേ? നിനക്ക് ജോലി ചെയ്യാൻ നേരമില്ലല്ലോ. വെടിവെപ്പല്ലേ ജോലി. എന്താ കുട്ടനായര്, എന്തൊക്കെയാ വിശേഷം? ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായി കാണാൻ കാത്തിരിക്കുകയാണ്. അതെന്താ? അല്ല, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഈ ബംഗ്ലാവിൽ ഒന്ന് താമസിക്കാനും ഈ കാണായ സ്വത്തൊക്കെ അടക്കി ഭരിക്കാനും ഒരു കുഞ്ഞുകാല്. ഓഹോ, മനസ്സിലായി. വിവാഹക്കാര്യം അല്ലേ? ആന്നേ. കുട്ടനായരുടെ മോളല്ലേ? ആന്നേ, സാവിത്രി. കണ്ടിട്ട് അറിഞ്ഞില്ലല്ലോ. അയ്യോ, ഈ പെമ്പിള്ളയുടെ കാര്യം എന്തോ പറയാനെന്ന്. ഇരുന്ന് എഴുതിക്കുന്ന പോലെ അല്ലയോ അവരുടെ വളർച്ച. അന്ന് നാടകം കളിച്ചപ്പോള് നമ്മളല്ലയോ അവർക്ക് സമ്മാനം കൊടുത്തത്. ഓ, ഞാൻ കഴിഞ്ഞ തവണ സിംഗപ്പൂരിൽ പോകുന്നതിന് മുമ്പ് അല്ലേ? ആന്നേ. പഠിത്തത്തിന് എവിടെ കഴിഞ്ഞേ പള്ളിക്കൂടത്തിൽ ആരും. മോളെ മതി, ഇനി കുളിച്ച് പള്ളിക്കൂടത്തിൽ പോകാൻ നോക്ക. അപ്പോഴേ ഞാൻ എസ്റ്റേറ്റിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ശരി, അന്ന് ജീപ്പ് കൊണ്ടുവരാൻ. വേണ്ട വേണ്ട, എനിക്ക് അല്പം
എന്താ അസുഖം? രഹസ്യമാണോ? അതെ. ഇപ്പൊ എല്ലാ ചെറുപ്പക്കാർക്കും ഉള്ളൊരു അസുഖമായത് കേട്ടോ. നിസാരമായിട്ട് മാറ്റിത്തരാം. ആയുർവേദമാണ് ചികിത്സാവിധി. നമ്മുടെ തൊട്ടാടി ഉണ്ടല്ലോ, അത് സമൂലം പറിച്ച് അമ്മിയിൽ വെച്ച് നല്ലോണം അരയ്ക്കണം. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് താണ്ട് ഈ വലത്തെ കാലുണ്ടല്ലോ, ഈ തള്ളവരന്റെ ഈ നഖത്തിലെ ഇങ്ങനെ പൊതിയ വച്ച് കെട്ടിക്കൊണ്ട് കിടന്നുറങ്ങണം. ശരി. ഇങ്ങനെ 30 ദിവസം പൊതിഞ്ഞ് കെട്ടി കിടന്നുറങ്ങിയാലുണ്ടല്ലോ നിങ്ങളുടെ തകരാറ് ഞാൻ മാറ്റിത്തരാം. ഇത് ആയുർവേദമാണ്. ഇവിടെ അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ഇങ്ങനെ എല്ലാ പൊതികളും ഉണ്ട്. പോരെങ്കിൽ യൂനാനി ഉണ്ട്, ലാടവൈദ്യം ഉണ്ട്. എല്ലാ വൈദ്യവും നമ്മുടെ ഉണ്ട് കേട്ടോ. എന്നാ ഞാൻ വരട്ടെ. മുതലാളി. തോമസിനോട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ. ഞാൻ 10 മിനിറ്റിനകം വരാം. ശരി സാർ. നിനക്ക് എത്ര കുളിച്ചാലും മതിയാവില്ല. ഇനി ഞാൻ കുളിച്ചിട്ട് മതി. നീ ഇങ്ങനെ വാശി പിടിക്കരുത് കേട്ടോ, പിന്നെ എനിക്ക് ദേഷ്യം വരും.